ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റ് സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ആദർശില്ല നയനയും അനിയും കൂടി, അതുപോലെ തന്നെ മാളവികയും അബിയും നവ്യയും ആ ഡേവിഡ് എന്ന് പറഞ്ഞ ആളും കൂടിയിട്ടാണ് ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നയനക്ക് ചെറിയ ടെൻഷനും കാര്യങ്ങളുണ്ട്. അനി പറയുന്നുണ്ട്, ഇടത്തേക്ക് ടെൻഷനുണ്ടോ, പേടിയുണ്ടോ? എന്തിനെ പേടിക്കണം? പക്ഷേ എങ്ങാനും നമ്മൾ ഈ മത്സരത്തിൽ തോറ്റുപോയി കഴിഞ്ഞാൽ മൂർത്തീസ് ജ്വല്ലറിയുടെ ഗ്രാഫ് നിലത്തേക്ക് പോകും. മുത്തശ്ശൻ്റെ വിഷമം അതാണ് സഹിക്കാൻ പറ്റാത്തത്. പിന്നെ ഞാൻ ഒരുപാട് ഡിസൈനുകൾ വരച്ചതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഡിസൈനാണ് ഇതിനു വേണ്ടി വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതിനേക്കാളും അപ്പുറം ഒരു ഡിസൈൻ വരയ്ക്കാൻ അറിയില്ല. അതുകൊണ്ട് ഈ മത്സരം എന്ന് പറയുന്നത് ജയവും ഉണ്ടാവും തോൽവിയും ഉണ്ടാകും. നമുക്ക് തന്നെ ജയിക്കണം, നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. ജയിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്ന് പറയണം. നവ്യാണെങ്കിൽ നയനെ തന്നെ നോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നയനയുടെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. നവ്യക്ക് വല്ലാത്ത വിഷമമാണ്. പാവം, ഒരു കുഞ്ഞിനെ വയറ്റിൽ വെച്ചുകൊണ്ട് അവൾ എത്രമാത്രം കഷ്ടപ്പെടുന്നത്. മൂർത്തീസ് ജ്വല്ലറി താഴേക്ക് പോകാതിരിക്കാൻ, അല്ലെങ്കിൽ ബിസിനസ്സിൽ മുകളിലേക്ക് പോകാൻ അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. മൂർത്തീസ് ജ്വല്ലറി ഇപ്പം മുന്നോട്ട് പോകാനായിട്ട് നവ്യയുടെ സഹായം ഇല്ലാതെ, നയനയുടെ സഹായം ഇല്ലാതെ അവർക്ക് പറ്റുന്നേയില്ല എന്ന് നവ്യ വിചാരിക്കുകയാണ്. പാവം, അവളുടെ മുഖത്ത് എന്തുമാത്രം ക്ഷീണമാണ്. ഇനിയെങ്കിലും അവളിങ്ങനെ പരീക്ഷിക്കല്ലേ ഈശ്വര, അവര് തന്നെ ഈ മത്സരത്തിൽ ജയിക്കണേ എന്നൊക്കെ നവ്യ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് അഭി ചോദിക്കണ്ട്, നവ്യെ, നീ കുറേ നേരമല്ലേ പ്രാർത്ഥിക്കണത്, നീ എന്താ ഈ പ്രാർത്ഥിക്കുന്നത്? അത് നമ്മൾ തന്നെ ഈ മത്സരത്തിൽ വിജയിക്കണേന്ന് പ്രാർത്ഥിക്കായിരുന്നു. ഓ അങ്ങനെ, അത് നീ പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ തന്നെ ജയിക്കും. കാരണം പല പല രാജ്യങ്ങളിൽ നിന്ന് നല്ല വിദഗ്ധരായിട്ടുള്ള ഡിസൈനേഴ്സിൻ്റെ ആ ഒരു റെഫറൻസ് ഒക്കെ വെച്ചിട്ടാണ് മാളവിക ഇന്ന് ഡിസൈൻ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും മാളവിക ഡിസൈൻസ് തന്നെ ജയിക്കും. നയന ഡിസൈൻസ് തോൽക്കാൻ പോവാണ്. ഈ ഒരു ഈ മത്സരത്തിൽ ജയിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഒരിക്കലും മൂർത്തീസ് ജ്വല്ലറിക്ക് നമ്മുടെ മുകളിൽ കയറി വരാൻ പറ്റില്ല. കാരണം അത്രമാത്രം ചിങ്ങത്തിന് വിവാഹം നടക്കുമ്പോൾ നമ്മുടെ ജ്വല്ലറിനായിരിക്കും നാട്ടുകാരും ആളുകളും എല്ലാവരും ആശ്രയിക്കാൻ പോണത്. മാളവിക ഡിസൈൻ എന്നായിരിക്കും. കഴിഞ്ഞ വർഷം ചിങ്ങത്തിന് എന്തായിരുന്നു നൈന ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് മൂർത്തീസ് ജ്വല്ലറിയിലല്ല എല്ലാവരും ഓടിക്കേറിയത്. പക്ഷെ ഇപ്പൊ നോക്കോ, AN ജ്വല്ലറി കസ്റ്റമേഴ്സിനെ കൊണ്ട് നിറയും. അവർക്ക് ഫ്രീ ആയിട്ട് എന്തെങ്കിലും കൊടുക്കുകയും ചെയ്യണം. നവ്യ ചോദിക്കണല്ലേ, ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കാനൊക്കെ അത്രമാത്രം വരുമാനം ഉണ്ടോ ഈ AN ജ്വല്ലറിയിൽ? കൊള്ളാം നവ്യെ, നീ അറിയാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് അറിയാവോ? അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. നമുക്ക് ഇട്ട് മൂടാനുള്ള സ്വർണ്ണമുണ്ട്. ഇതൊക്കെ വല്ല കള്ളക്കടത്ത് സ്വർണ്ണമാണോടാ? ദേ, നിന്റെ അടുത്ത് അവിടെ സത്യം പറയാം, ചെറിയ രീതിയിലൊക്കെ കള്ളക്കടത്തുണ്ട്. അത് നമ്മൾ മാത്രമല്ല, ചില ജ്വല്ലറിക്കാരൊക്കെ അങ്ങനെയാണ്. ഇത്ര മാത്രം നീ മനസ്സിലാക്കിയാൽ മതി എന്ന് അഭി പറയാണ്. നവ്യ, ഷോ, കഷ്ടം തന്നെ, ഇങ്ങനെ ആളുകളെ പറ്റിച്ച് ജീവിക്കാൻ നാണമില്ല ഇവർക്ക് എന്നിങ്ങനെ നവ്യ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജഡ്ജസ് ആണെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ആരുടെ ഡിസൈനാണ് നല്ലതെന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. മൊത്തം ഒരു 6 ജ്വല്ലറിക്കാരാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഈ റൗണ്ടിൽ ബാക്കി 4 പേരും ഞങ്ങൾ എലിമിനേറ്റ് ചെയ്യാണ്. 2 പേരെ മാത്രമേ ഇപ്പോൾ ഈ ഒരു ഇതിൽ സെലക്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി 4 ജ്വല്ലറിക്കാർക്കും പോകാം, നിങ്ങൾ വന്ന സഹകരിച്ചതിൽ നന്ദി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ 4 ജ്വല്ലറിക്കാരും പോകുന്നുണ്ട്. അവസാനം നിൽക്കുന്നത് നമ്മുടെ AN ജ്വല്ലറി, മൂർത്തീസ് ജ്വല്ലറി ആട്ടോ. 2 പേരും ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ആ ജഡ്ജസ് പറയുന്നുണ്ട്, നിങ്ങളുടെ 2 പേരുടെ ഡിസൈൻ ഒന്നിനൊന്നും മെച്ചമാണ്. നയന ഡിസൈൻസ് കുറച്ച് ട്രഡീഷണൽ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ, അത് മാളവിക ഡിസൈൻസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കുറച്ച് എന്താണ്, ഇപ്പോഴത്തെ ഫാഷൻ അനുസരിച്ചിട്ടുള്ള ഡയമണ്ടിനായിട്ടുള്ള കളക്ഷൻസിനാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് പുതിയ തലമുറക്കാരുടെ ആ ഒരു ഡിസൈനിങ്ങിനെയാണ് മാളവിക ഡിസൈൻസ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും കുറച്ചുകൂടി കഴിവ് തെളിയിക്കുന്നതും അങ്ങനെയാണ്. പക്ഷെ നയന ഡിസൈൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ പാരമ്പര്യമായിട്ടുള്ള പഴയ രാജാക്കന്മാരുടെ കാലത്തെ ആഭരണങ്ങളാണെന്ന് പോലും നമുക്ക് തോന്നും. ആ രീതിയിലാണ് ഓരോരോ ചിത്രങ്ങളുടെ രീതിയിൽ ഓരോരോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 പേരും 2 രീതിയിലാണ് ഇവിടെ അവരുടെ കഴിവുകൾ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇതിൽ 2 പേരെ ആരെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യണമെന്ന് പറയുമ്പോഴേക്കും ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം 2 പേരും അത്രമാത്രം കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വെച്ച് സ്പോട്ടായിട്ട് ഡിസൈൻ ചെയ്യേണ്ട ഒരു ചെറിയ ഒരു ടാസ്ക് നിങ്ങൾക്ക് തരുവാണ് എന്ന് പറയുമ്പോഴേക്കും മാളവിക ആകെ ഷോക്കാവട്ടെ, ഈശ്വര പെട്ടു, ഇനിയിപ്പോൾ എന്ത് ഡിസൈൻ വരച്ചെടുക്കും എന്ന് വിചാരിക്കുകയാണ്. അതേസമയം നയനയാണെങ്കിൽ കുറച്ച് കോൺഫിഡൻസ് ആണ്, എന്തായാലും ഡിസൈൻ വരക്കാൻ അറിയാലോ. അങ്ങനെ മാളവികയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയാട്ടോ. അങ്ങനെ നമ്മുടെ മാളവികയും നയനെ മാത്രം അവിടെ നിർത്താണ്. കാരണം 2 ജ്വല്ലറിയുടെയും മെയിൻ ഡിസൈൻ അവർ 2 പേരും ആണല്ലോ. ബാക്കി ഉള്ളവർക്ക് പുറത്തേക്ക് പോയി നിൽക്കാം എന്ന് പറയാണ്. അവർക്ക് കൊടുത്തിരിക്കുന്ന സമയം 1 മണിക്കൂറാണ്.
ഒരു മണിക്കൂർ ജഡ്ജസ് പറയുന്ന രീതിയിൽ ഒരു ഡിസൈൻ തയ്യാറാക്കണം. അതാണ് അവരുടെ ടാസ്ക്. ഇപ്പോഴത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ആഭരണങ്ങളും പഴയ ട്രഡീഷണലും പിന്നെ ഇപ്പോഴത്തെ ഫാഷനും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിരിക്കണം അത്. എന്നാൽ നല്ല സിമ്പിളും ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ടാസ്ക് കൊടുക്കുകയാണ്. അതിൽ നമ്മുടെ മാളവികക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മാളവിക ആകെ വീർപ്പ് മുട്ടി നിൽക്കുകയാണ്. നയന ഡിസൈൻ വരയ്ക്കുന്നുണ്ട്. പക്ഷെ നയനക്ക് മാളവികനെ സഹായിക്കാനും പറ്റില്ല, കാരണം ജഡ്ജസ് മുമ്പിൽ തന്നെയുണ്ട്. പക്ഷെ അഭിയാണെങ്കിൽ ഈശ്വര മാളവിക നന്നായിട്ട് വരക്കോ, ആ നയനയുടെ മുമ്പിൽ അവൾ കുറച്ചൊരു പൊടിക്കുന്നു കുറവാണ്. ആ നയനയുടെ ഡിസൈൻ മാളവികക്കും മാളവികയുടെ ഡിസൈൻ നയനക്കും കിട്ടുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. അതിനിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ആ ജഡ്ജസ് അവിടെ നിന്ന് മാറി നിൽക്കും. ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് സമാധാനമായിട്ട് വരയ്ക്കാനായിട്ട് അവർ മാറി നിൽക്കുമ്പോൾ എന്തെങ്കിലും പണി ഒപ്പിക്കാൻ പറ്റുമോ നോക്കാം എന്നൊക്കെ വിചാരിക്കുകയാണ് അഭി കേട്ടോ. അങ്ങനെ മാളവിക നയനടുത്ത് പറയുന്നുണ്ട്, മാഡം ഇനിയിപ്പോൾ എന്താ ചെയ്യാം? എനിക്കാണെങ്കിൽ ഡിസൈനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല, മാഡത്തിന് അറിയാലോ. എനിക്കറിയാം മാളവികയെ, ഞാൻ അതാ ആലോചിക്കണത്. ഈശ്വര, ഇന്നിവിടെ നിന്ന് ഇപ്പം നിന്നെ ഞാൻ എങ്ങനെ രക്ഷിക്കും എന്നൊക്കെ നയനെ ഇങ്ങനെ പറയാട്ടോ. അതിനുശേഷം അഭിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ കൂടി നോക്കുമ്പോഴേക്കും മാളവിക ആകെ വീർപ്പ് മുട്ടി നിൽക്കുകയാണ്, എങ്ങനെ ഡിസൈൻ വരക്കണമെന്ന് അറിയാതെ. നയന നന്നായിട്ട് ഡിസൈൻ വരക്കുന്നുണ്ട്. ഷേ എന്ന് പറയുമ്പോഴേക്കും നവ്യ ചോദിക്കണ്ടേ, എന്താടാ എന്ത് പറ്റി? ആ മാളവിക ശരിക്കും ഡിസൈൻ വരയ്ക്കുന്നില്ലെന്ന് തോന്നുന്നു. നയനയാണെങ്കിൽ സ്പീഡിലാണ് ഡിസൈൻ വരയ്ക്കണത്. നവ്യ മനസ്സിൽ വിചാരിക്കണം, അതിന് മാളവികക്ക് അതിനൊരു കഴിവില്ല. നവ്യയുടെ മാതൃശേട്ടൻ, നയനയുടെ മാതൃശേട്ടൻ്റെ ഒരു സ്പൈ വർക്കർ മാത്രമാണ് അവള്. എൻ്റെ നയന ജയിച്ചിരിക്കും. പക്ഷെ മാളവിക അവരുടെ ആളാണ് ഇതോടെ ഇവർ തിരിച്ചറിയും. പിന്നെ മാളവികയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. മാളവികനെ ഇതിനെങ്ങനെയൊന്ന് രക്ഷിക്കുക എന്ന് നവ്യം വിചാരിക്കുന്നു കേട്ടോ. അഭിയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ ഒരു ഉടായ്പ കാണിച്ച് നയനയുടെ ഡിസൈൻ നശിപ്പിച്ച് മാളവികക്ക് ആ ഡിസൈൻ കൊടുക്കുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഡിസൈൻ അവരുടെ ഇടയിൽ വെച്ച് കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഓരോരോ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഡേവിഡിനോട് പറയണ്ട, എങ്ങനെയെങ്കിലൊക്കെ നമുക്കിത് ജയിച്ചേ പറ്റൂ. അറിയാലോ, അച്ഛൻ ഇതിൻ്റെ ആ ഒരു ഗുഡ് ന്യൂസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എനിക്കറിയാം സർ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആ നയന നല്ല രീതിയിൽ തന്നെ ഡിസൈൻ വരയ്ക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. മാളവിക ഒന്നും വരയ്ക്കുന്നില്ലല്ലോ സർ. ചിലപ്പോൾ അവൾ ആലോചിക്കുമായിരിക്കും നമുക്ക് നോക്കാം എന്നൊക്കെ പറയാണ്. പക്ഷെ അഭിയല്ലേ ആള്, എന്തെങ്കിലും ഉടായിപ്പ് കാണിച്ച് നയനയുടെ ഡിസൈൻ എങ്ങനെയെങ്കിലുമൊക്കെ മോഷ്ടിച്ചോ എങ്ങനെയൊക്കെ കൈക്കലാക്കിയോ അത് മാളവിക ഡിസൈൻ എന്ന് പറഞ്ഞ് അവതരിപ്പിക്കാനാണ് ചാൻസ്. അല്ലെങ്കിൽ നയനയുടെ ഡിസൈൻ വെള്ളത്തിൽ മുക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ. എന്തായാലും എനിക്ക് തോന്നുന്നു ഈ ഒരു മത്സരം, കഴിഞ്ഞ മത്സരത്തിൽ നമ്മുടെ AN ജ്വല്ലറി തോറ്റു, മൂർത്തീസ് ജ്വല്ലറി ജയിച്ചു. പക്ഷേ ഈ മത്സരത്തിൽ മിക്കവാറും AN ജ്വല്ലറി ജയിക്കാൻ എല്ലാ ചാൻസും ഉണ്ട് കേട്ടോ. അപ്പോഴല്ലേ ആദർശിന് കുറച്ചുകൂടി ശത്രുക്കളിലേക്ക് എത്താനായിട്ടുള്ള ആ ഒരു ഇൻസ്പിറേഷൻ കൂടി ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ മിക്കവാറും AN ജ്വല്ലറി ജയിക്കാൻ തന്നെയാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ AN ജ്വല്ലറി ജയിക്കുകയാണെങ്കിൽ നമ്മുടെ നവ്യനെ ഒഴിവാക്കിയിട്ട് മാളവികനെ വിവാഹം കഴിക്കാനൊരു താല്പര്യവും അഭിക്കുണ്ടല്ലോ. അപ്പം അങ്ങനത്തെ കുറേ ഭാഗങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോകട്ടോ. എന്തായാലും ഇന്നത്തെ വീക്കെൻഡ് പ്രൊമോയിൽ എനിക്ക് തോന്നുന്നത് AN ജ്വല്ലറി ജയിക്കും, മൂർത്തി ജ്വല്ലറി ഈ ഒരു മത്സരത്തിൽ തോൽക്കും. പക്ഷെ അതിൽ നമ്മുടെ അബിയുടെ നല്ല രീതിയിൽ കള്ളത്തരമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് അവർ ജയിക്കുന്നത് കേട്ടോ. എന്തായാലും ഇന്നത്തെ വീക്കെൻഡ് പ്രൊമോയ്ക്ക് വേണ്ടി കാത്തിരിക്കാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.